അടുപ്പിന്റെ ചോട്ടിൽ ചൂടും കൊണ്ട് ഒരുപാട് നേരമൊന്നും നിൽക്കാതെ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ആക്കി നോക്കിയേ. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ നെയ്യിലേക്ക് അരമുറി തേങ്ങാ ചിരവിയതും കുറച്ച് അണ്ടിപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു 3 മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് പച്ചവെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഷീറ്റാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഓരോ ഷീറ്റായിട്ട് എടുത്ത് ആദ്യം വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം, എന്നിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം, എന്നിട്ട് നെയ്യ് ബ്രഷ് ചെയ്തൊരു പാനിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു ലെയർ അങ്ങ് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ലെയർ ഫുള്ളായിട്ട് നിരത്തി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും ഷീറ്റ് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഫില്ലിങ്സിൽ നിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നിരത്തി വീണ്ടും സമോസ ഷീറ്റ് വെച്ച് നമ്മുടെ ഫില്ലിങ്സ് തീരുന്നത് വരെ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അരികൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ച് വെക്കാം. ഇനി ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സ് ഫുള്ളായിട്ട് ഒഴിക്കാതെ കുറച്ച് മാത്രം ആ സൈഡിൽ കൂടെ ഒന്നാക്കിയിട്ട് പഴയ ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് മറുവശം കൂടി ഒന്ന് മൊരിയിച്ചെടുത്താൽ നല്ല എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സെറ്റ് ചട്ടിപ്പത്തിരി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ വേഗം ആയിക്കോട്ടെ, അടിപൊളിയാണ്.